ഹലോ ഫ്രണ്ട്സ്, പെർഫെക്റ്റ് അലൈനസിൻ്റെ പാർട്ട് 4 ആണിത്. ഇതിന് മുന്നത്തെ പാർട്സൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ കഴിഞ്ഞ പാർട്ടിൽ ആമ നല്ല കലിപ്പായിട്ടാണ് നിൽക്കണ്ടായിരുന്നത്. ഇന്നത്തെ പാർട്ടിൽ ഞാമിൻ്റെ കലിപ്പ് കൂടെ കുറയുമെന്നൊക്കെ നമുക്ക് നോക്കാം. തുടക്കത്തിൽ നമ്മുടെ ആമിനും ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ആമിനാണെങ്കിൽ കുറേ സ്നാക്സ് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആമ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതേവരെ ഇങ്ങനെ ഗിഫ്റ്റ്സ് ഒന്നും ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്ന്. അപ്പം നമ്മുടെ ചോദിക്കുന്നുണ്ട്, നീ ഇതൊക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യില്ലേന്ന്. അപ്പം നമ്മുടെ ആമ പറയുന്നുണ്ട് ഇല്ലയെന്ന്. അപ്പോൾ സാൻഡ് പറയുന്നുണ്ട്, നീ എന്തൊരു സാധനം. അപ്പോൾ നമ്മുടെ ആമിനെ ഒരു പെൺകുട്ടി വന്നിട്ട് വിളിക്കുന്നുണ്ട്. സാൻഡ് പോനോട് പറയുന്നുണ്ട്, നമ്മുടെ ഫെക്യുലിറ്റിയിൽ ഏറ്റവും ഹോട്ടായിട്ടുള്ള പെൺകുട്ടി ഇവളാണെന്ന്. അവൾ വന്നിട്ട് അവളെ ആമിനെ പരിചയപ്പെടുത്തണമൊക്കെയാണ്. എൻ്റെ പേര് അങ്കുൺ എന്നാണ്. ഇവളുടെ പേര് വല്ലാത്ത പേരായ കാരണം നമുക്ക് ആനെന്ന് വിളിക്കാം. അപ്പം നമ്മുടെ ആൻ പറയുന്നുണ്ട്, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ക്യാമ്പസ് സ്റ്റാർ കോമ്പറ്റീഷന് കണ്ടിരുന്നു എന്ന്. അപ്പം നമ്മുടെ ആമ പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടുമുട്ടുന്നുണ്ടെങ്കിലും ഇതുവരെ സംസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പം നമ്മുടെ ആമ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോയെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് ഒരാളെക്കുറിച്ച് അറിയണം. അപ്പം നമ്മുടെ ആമ വിചാരിക്കുന്നുണ്ട് അവനാവെന്ന് പറഞ്ഞിട്ട് അവൻ കൈയൊക്കെ നീട്ടി ഹലോ എന്നൊക്കെ പറയാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അവൾ പറയുന്നുണ്ട്, എനിക്ക് ആർക്കിനെ കുറിച്ച് അറിയണമെന്ന്. അത് കേട്ടോണ്ട് പിന്നെ നമ്മുടെ ആമിൻ്റെ മുഖം എന്താ കാറ്റ് കഴിഞ്ഞ ബലൂണ് പോലെ. ആ ഷേക്കിൻ്റെ കൊടുക്കാൻ പോയ കൈ അങ്ങനെ നേരെ മൂക്ക് ചൊറിഞ്ഞി നാണം കെടാണ്ട് രക്ഷപ്പെട്ടു നമ്മുടെ ആം. เราอยากรู้จัก ยินดีรู้จัก เราอยากรู้จักพี่อาร์คสายรหัสของอาร์มอะคือเราฟอยจีพี่เขาไปแล้วแล้วก็แอดเฟซพี่เขาไปแล้วอะแต่พี่เขาไม่ตอบรับเราสักอย่างเลยอะเราก็เลยอยากให้อาร์มอะช่วยบอกพี่เขาให้หน่อยได้ไหมนะอาร์มช่วยเราเลยนะได้เดี๋ยวเราบอกพี่อาร์ให้นะ อาร์มน่ารักที่สุดเลยงั้นเราไปก่อนนะ ആൻ പറയുന്നുണ്ട്, ഞാൻ ആർക്കിന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫോളോ റിക്വസ്റ്റ് അയച്ചു നോക്കി, പക്ഷേ എൻ്റെ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ആർക്കിനോട് പറയുമെന്ന് ആമിനോട് ചോദിക്കുന്നുണ്ട്. അവളിങ്ങനെ കുറേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ആമ് ശരി ഞാൻ ആർക്കിനോട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അവൾ നീയാണ്ട ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് അവൾ പോയി. നമ്മുടെ ആമിന വരുന്ന ഒരു ദേഷ്യത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അവന്. ഒന്നാമത് ആർക്കിനോട് കലിപ്പ്, ഇനി ഇതും കൂടി പറയണം. അവൻ്റെ അടുത്തുനിന്ന് ഒരു കണക്കായിരുന്നു ആമിരിക്കണ്ടായിരുന്നത്. അടുത്ത സീനിൽ ഫുട്ബോൾ ഗ്രൗണ്ടാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ആർക്കും ഫ്രണ്ട്സും കൂടിയിട്ട് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അവിടെ ആർക്കിൻ്റെ ഫാൻ ഗേൾസ് കുറേ ഡ്രിങ്ക്സും സ്വീറ്റ്സും സ്നാക്സൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കിൻ്റെ ഫ്രണ്ട്സാണ് അതൊക്കെ കഴിക്കാറെങ്കിലും ആർക്ക് എന്നിട്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവരോട് ബൈ പറയാൻ നിൽക്കുക. അപ്പോൾ ആമ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ബാക്കി സെക്കൻഡ് ഹാൾഫ് നീ കളിക്കണില്ലേന്ന്. അപ്പോൾ ആർക്ക് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ഡ്രിങ്ക് കുടിക്കാൻ പോയിട്ട് വരാം, എനിക്ക് നല്ല ദാഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോണ്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളതൊക്കെ എന്താണ്, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം കുടിച്ചാൽ പോരെയെന്ന്. അപ്പോൾ ആർക്ക് പറയുന്നുണ്ട്, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോവാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫുഡും ഉണ്ടല്ലോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആർക്ക് അതൊന്നും കേൾക്കണില്ല, അവൻ നേരെ പോയി. അടുത്ത സീനിൽ ക്യാൻറ്റീനാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ആമ അവിടേക്ക് വന്നിട്ട് അവന് ആവശ്യമുള്ള ഡ്രിങ്ക് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി ചോദിക്കുന്നുണ്ട്, ആ പുറകിലുള്ള ഹാൻഡ്സം ആയിട്ടുള്ള പയ്യനെ എന്താ വേണ്ടതെന്ന്. അപ്പോൾ വെള്ളം മാത്രം മതിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആമ അതാരാന്ന് അറിയാനായിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ആർക്കിനെ പുറകിൽ കണ്ടപ്പോൾ നമ്മുടെ ആമ ആകെ പേടിച്ചു പോയി. ชาพีชนะแล้วหนุ่มหล่อข้างหลังอะลูก เอาน้ำเปล่าครับอู้เชีย അപ്പോൾ ആ ചേച്ചി വെള്ളവും പിന്നെ ആമ ഓർഡർ ചെയ്തിട്ടുള്ള ആ ഡ്രിങ്കും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആമിനെ തള്ളി മാറ്റിയിട്ട് ആർക്ക് അത് രണ്ടിനും കൂടിയുള്ള പൈസ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആമ ചോദിക്കുന്നുണ്ട്, എന്തിനാ എൻ്റെ കൂടി പൈസ അടച്ചതെന്ന്. അപ്പോൾ ആർക്ക് പറയുന്നുണ്ട്, അതെനിക്കൊരു പപ്പിക്ക് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം, അതുകൊണ്ടാണ് പറയുന്നുണ്ട്. ആർക്ക് എന്നിട്ട് ആ 2 ഡ്രിങ്ക്സും കൂടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആമിന് മനസ്സിലായി അവനെയാണ് അവൻ പപ്പിയെന്ന് ഉദ്ദേശിച്ചത്. നമ്മുടെ ആമിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവൻ എന്നോട് ഒരു വട്ടെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ചോടെ എന്നാണ് നമ്മുടെ ആമ അവനോട് തന്നെ ചോദിക്കണ്ടായിരുന്നത്. എന്നിട്ട് അവൻ്റെ ഡ്രിങ്ക് എടുക്കാനായിട്ട് അവൻ നോക്കിയപ്പോൾ അതും കൊണ്ടാണ് നമ്മുടെ ആർക്ക് പോയത്. നമ്മുടെ ആമ അവിടെ കിടന്നിട്ട് വിളിച്ചു കൂണൊക്കെ ഉണ്ട് അത് തരാൻ പറഞ്ഞിട്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ആമ ആർക്കും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ്. അപ്പം നമ്മുടെ ആമ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിരുന്നു, അവളുടെ പേര് ആൻ എന്നാണ്, അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ആർക്കിനോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആർക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് മൈൻഡ് ചെയ്യാണ്ടിരുന്ന് കഴിക്കുകയാണ്. അപ്പം നമ്മുടെ ആമ ചോദിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് കേട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആർക്കിന് റെസ്പോൺസ് ഒന്നും വരാത്ത കാരണം നമ്മുടെ ആമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഏറ്റുപോകാൻ നിൽക്കുമ്പോൾ ഏറ്റുപോകാനായിട്ട് എണീറ്റ്. അപ്പം നമ്മുടെ ആർക്ക് പറയുന്നുണ്ട്, നീ അവിടെ നിന്ന് എണീറ്റുണ്ടെങ്കിൽ ഞാൻ അവളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ലാന്ന്.
അപ്പം നമ്മുടെ ആമിന് എല്ലാം കൊണ്ടും നല്ല തൃപ്തിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് വീണ്ടും. എന്നിട്ട് ആർക്ക് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ ഒറ്റയ്ക്കുന്ന്? അപ്പോൾ ആമ പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ചീറിങ് ആക്ടിവിറ്റീസിന് പോയിന്ന്. അപ്പോൾ ആർക്ക് ചോദിക്കുന്നുണ്ട്, അപ്പം നീ എന്താ പോവാഞ്ഞേന്ന്? അപ്പോൾ ആമ പറഞ്ഞു, എനിക്ക് നല്ല മടിയാണ്. അപ്പോൾ ആർക്ക് പറയുന്നുണ്ട്, നീ ഇതിലൊന്നും പങ്കെടുത്തില്ലെങ്കിൽ. അപ്പോഴേക്ക് നമ്മുടെ ആമ അതിലിടയിൽ കയറി പറയുന്നുണ്ട്, എനിക്കറിയാം, എനിക്ക് എൻ്റെ പിന്നും ഗിയറും കിട്ടില്ല. അതെന്ന് പറയുന്നത് ഇവർ എൻജിനീയറിംഗ് ആയ കാരണം അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സാധനമാണ്. എൻജിനീയറിംഗിലെ ആ ഗിയറിൻ്റെ സിമ്പലും പിന്നെ ഒരു പിന്നും കൂടിയാണ്. ആമ എന്നിട്ട് പറയുന്നുണ്ട്, പണ്ടെന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഈ ക്യാമ്പസ് സ്റ്റാർ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചീറിങ് ആക്ടിവിറ്റീസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടാന്ന്. പക്ഷെ ഞാൻ സ്റ്റേജിൽ നിന്ന് വീഴുന്നു ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇനിയിപ്പോൾ ആ ചീറിങ് ആക്ടിവിറ്റീസിന് പേര് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ ആർക്ക് ചോദിക്കുന്നുണ്ട്, അപ്പം നീ ഇവിടെ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കാനാണ് പരിപാടിയെന്ന്. അപ്പം നമ്മുടെ ആമ പറയുന്നുണ്ട്, ഞാനതിന് പ്രേതമൊന്നുമല്ല, മനുഷ്യനെ ഞാൻ കറങ്ങി നടക്കുമെന്ന് പറയുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർക്ക് പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ ഞാൻ നിനക്കൊരു ലിഫ്റ്റ് തരാമെന്ന്. അപ്പം നമ്മുടെ ആമ സമ്മതിക്കുകയോ ഇല്ല, അവൻ്റെ അൾട്ടിമേറ്റ് ഡയലോഗ് അടിക്കുന്നുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് പോകാനറിയാം, നിങ്ങൾ കൊടന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. അപ്പം നമ്മുടെ ആർക്ക് അവൻ്റെ പ്ലേറ്റ് അങ്ങോട്ട് എടുത്തു മാറ്റി. അപ്പം നമ്മുടെ ആമ പ്ലേറ്റ് തായോ എന്ന് പറഞ്ഞിട്ട് ഓളിടുന്നുണ്ട്. എൻ്റെ അവസാനത്തെ പീസ് അതിലില്ല, ഞാൻ അതുവരെ തൊട്ടിട്ടും കൂടി ഉള്ള, അത് തായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആർക്കിന് പാവം തോന്നിയിട്ട് എന്നിട്ട് അവനത് സ്പൂണിലെടുത്തിട്ട് ആമിന് നീട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആമിനോട് കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആമ ഇങ്ങനെ നോക്കി നിന്നിട്ട് കഴിക്കുന്നുണ്ട്. ആർക്ക് എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ റൂമിലേക്ക് ഒന്ന് ഫ്രഷ് ആവാൻ വരുന്നുണ്ടെന്ന്, എനിക്കിവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, എൻ്റെ കോണ്ടോയിലേക്ക് പോകാനാണെങ്കിൽ എനിക്ക് നല്ല മടിയാണ്, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആമ ചോദിക്കുന്നുണ്ട്, എന്നുവെച്ചാൽ നിങ്ങൾക്ക് ആ ഫുട്ബോൾ ഫീൽഡിലുള്ള ബാത്റൂം യൂസ് ചെയ്താൽ പോരായെന്ന്. അപ്പോൾ ആർക്ക് പറയുന്നുണ്ട്, അവിടുത്തെ വെള്ളമൊന്നും വരണില്ലാന്ന്. അപ്പം നമ്മുടെ ആമ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആർക്ക് ആമിൻ്റെ ഫോൺ എടുത്തിട്ട് സാൻഡിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ആമിനോട് പറയുന്നുണ്ട്, നീ അവനോട് പറ നീ അവരില്ലാണ്ട് പോവാണെന്ന്. അപ്പം നമ്മുടെ ആമ ചോദിക്കുന്നുണ്ട്, ഞാൻ അതിനിപ്പോൾ അവരോട് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടെന്ന്. അപ്പം നമ്മുടെ ആർക്ക് അവൻ്റെ കൈ ഇങ്ങനെ മടക്കിയിട്ട് അവനിങ്ങനെ പേടിപ്പിക്കുന്നുണ്ട്, ഇടിക്കുന്നുള്ള രീതിക്കൊക്കെ. അപ്പം നമ്മുടെ ആമ പേടിച്ചിട്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആർക്ക് അത്രയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഏറ്റു പോകുന്നുണ്ട്. നമ്മുടെ ആമിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്, അവന് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായിട്ട് ഇങ്ങനെ കയ്യൊക്കെ ചുരുട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പം എന്നിട്ട് സാൻഡിനും പോനും കാണിക്കുന്നുണ്ട്. അപ്പോൾ സാൻഡിനോട് ചോദിക്കുന്നുണ്ട്, ആമ എന്താ പറഞ്ഞെന്ന്. അപ്പോൾ സാൻഡ് പറയുന്നുണ്ട്, അവൻ നമ്മളില്ലാണ്ട് പോവാമെന്നോ പറഞ്ഞേന്ന്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു അവൻ നമ്മൾ വന്നിട്ടേ പോവുള്ളൂ എന്ന്. അവിടെ വെച്ചിട്ട് അടുത്ത സീൻ കാണിക്കുന്നുണ്ട്. ആർക്കും കൂടിയിട്ട് നമ്മുടെ ആമിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആമ പറയുന്നുണ്ട്, നിനക്ക് ഫ്രഷ് ആവണമെന്നല്ലേ പറഞ്ഞേ, വേഗം ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. എൻ്റെ സ്വന്തം ഡബിൾ യൂസ് ചെയ്തോളൂ, ഇതെൻ്റെ ഡബിളാന്നും കൂടി പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആമ ആർക്ക് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഡോർ അടയ്ക്കുന്നുണ്ട് ബാത്റൂമിൽ കയറിയിട്ട്. അപ്പോൾ അവൻ ഡോർ അടച്ച ശേഷം നമ്മുടെ ആമ അവൻ്റെ ഉള്ളിലുള്ള എല്ലാ ദേഷ്യം കൂടി പുറത്തേക്ക് എടുക്കുന്നുണ്ട്. നീ എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വീണ്ടും വരുന്നത്, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമില്ല എന്ന് നിനക്കറിയോ, നീ എന്തിനാ ഇങ്ങനെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആമ നല്ല കല്ലിപ്പടിച്ചിട്ട് ഇങ്ങനെ എയറിലേക്ക് ഇങ്ങനെ ഇടിക്കണമൊക്കെ ഉണ്ട് കൈകൊണ്ട്. അപ്പോൾ നമ്മുടെ ആർക്ക് പെട്ടെന്ന് ഡോർ തുറക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആമ ഒന്ന് പേടിച്ചു. എന്നിട്ട് നമ്മുടെ ആർക്ക് ചോദിക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ ഷവർ ജെൽ യൂസ് ചെയ്തിട്ടെന്ന്. അപ്പം നമ്മുടെ ആമ പറയുന്നുണ്ട്, ചെയ്തോന്ന് ഇങ്ങനെ ഒരു ഉഴപ്പ രീതിയിൽ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആർക്ക് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് പറയും, ഞാൻ നിൻ്റെ സീനിയറാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആമ ഒന്ന് മര്യാദയ്ക്ക് ഡീസൻ്റായിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആർക്ക് ഡോർ അടയ്ക്കുന്നുണ്ട്. നമ്മുടെ ആമിനപ്പോൾ ഒടുക്കത്തെ ദേഷ്യം വന്നിട്ട് കാൽക്കുലേറ്ററൊക്കെ എടുത്ത് നിന്ന് കുത്തിപ്പിടിക്കുന്നുണ്ട്. ആർക്ക് കുളിക്കാൻ പോയ ടൈമിൽ നമ്മുടെ ആമ ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആർക്ക് വന്നിട്ട് എൻ്റെ കുളി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ആർക്ക് ഇവിടെ ഷർട്ട് ഇടാണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ആമ ചോദിക്കുന്നുണ്ട്, നീ എന്ത് ഇവിടെ ഷർട്ട് ഇടാൻ നിൽക്കണമെന്ന്. അപ്പം നമ്മുടെ ആർക്ക് ചോദിക്കുന്നുണ്ട്, ഇതിലേതാ നിൻ്റെ ബെഡെന്ന്. അപ്പോൾ ആമ പറയുന്നുണ്ട്, ഇതാ ഈ കാണുന്നതാന്ന് പറയുന്നുണ്ട്. എന്തിനാ ചോദിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആർക്ക് നേരെ പോയിട്ട് നമ്മുടെ ആമിൻ്റെ ബെഡിൽ അങ്ങോട്ട് കയറി കിടക്കുകയാണ്. അപ്പം നമ്മുടെ ആമിന് നല്ല ദേഷ്യം വന്ന്, എനിക്ക് എൻ്റെ ബെഡിൽ നിന്ന് അത് എൻ്റെ ബെഡാ, നീ ഇങ്ങനെ വൃത്തികേടാക്കളേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആമ ഇങ്ങനെ ബഹളം പിടിച്ചിട്ട് ഇവൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് വലിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആർക്ക് പറയുന്നുണ്ട്, നീ ഇങ്ങനെ പോയിട്ട് കുളിക്കുകയും ഞാൻ അതുവരെ ഇവിടെ കിടക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആമ പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർക്കിനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പം നമ്മുടെ ആർക്ക് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോടൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? അപ്പോഴും നമ്മുടെ ആർക്കിനിങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ആർക്ക് അങ്ങോട്ട് തിരിച്ചൊരു വലി വലിച്ചു. അപ്പം നമ്മുടെ ആർക്കിൻ്റെ മേലക്കൂടെ അങ്ങോട്ട് വീണു. എന്നിട്ട് വിടുന്ന് പറഞ്ഞിട്ട് കിടന്ന ഇളകുണ്ട്. നമ്മുടെ ആർക്കാണെങ്കിൽ അവന് വിടാണ്ട് പിടിച്ച് വെച്ചേക്കുക. അപ്പം നമ്മുടെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇത് നേരെ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണെന്ന്. അപ്പോൾ ആർക്ക് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ജൂനിയറിനൊന്ന് വെൽക്കം ചെയ്യണമായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പീർമെൻ്റ് അല്ല, പെണ്ണിൻ്റെ പീർമെൻ്റാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആർക്ക് നമ്മുടെ നേരെ കമഴ്ത്തിയിട്ട് അവൻ്റെ ടോപ്പിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ അടുത്തല്ലാണ്ട് വേറെ ആരുടെ അടുത്തും ചൊറിയാനോ തല്ലുണ്ടാക്കാനോ ഒന്നും താല്പര്യമില്ലാന്ന്. എന്നിട്ട് നമ്മുടെ അടുത്തേക്ക് നല്ല ക്ലോസ് ആയിട്ട് വന്നിട്ട് അവൻ്റെ ചെവിയിൽ പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് തല്ലുണ്ടാക്കുന്നതാണ് നല്ല രസമെന്ന്, അതായത് നിന്നെ ചൊറിയാനാണ് ഏറ്റവും നല്ല രസം എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ആണെങ്കിൽ എന്തൊരു സൈക്കോന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മുടെ ഇടുന്നു. എന്നിട്ട് നമ്മുടെ നേരെ ആർക്കിനെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് ഏറ്റുന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കിടക്കണമെങ്കിൽ കിടന്നോ, ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് എന്തായാലും കഴുകിക്കോളാം എന്ന് പറഞ്ഞിട്ട് നല്ല ദേഷ്യത്തിൽ അവിടെ നിന്ന് ഏറ്റ് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ആർക്ക് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആർക്കാണെങ്കിൽ നമ്മുടെ ആമിനെയും കൊണ്ടേ പോകുള്ളൂ എന്നൊരു മട്ടിലാണ് നടക്കുന്നത്. നമ്മുടെ ആമിനാണെങ്കിലോ ആർക്കിനെ കണ്ടെടുത്താൽ കണ്ടോടെ ഏത് നേരെ എൻ്റെ ചൊറിയുന്ന ആളാന്ന രീതിക്കാണ് നമ്മുടെ ആർക്കിനെ കാണുന്നത്. ഇനിയിപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുമോ അതോ ആമിൻ്റെ ദേഷ്യം ഇനി കൂടുള്ളൂ എന്നൊക്കെ നമുക്ക് ഇനിയുള്ള എപ്പിസോഡിൽ നോക്കാം.